ഡിയർ സ്റ്റുഡൻസ്, വിദൂര സംവേദനം എന്ന ലെക്ചർ സീരീസിലെ അടുത്ത ലക്കത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ. ഈ എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് കാലാവസ്ഥാ നിരീക്ഷണത്തിൽ വിദൂര സംവേദനത്തിൻ്റെ സംഭാവനകൾ എത്രത്തോളമുണ്ട്, അല്ലെങ്കിൽ വിദൂര സംവേദനം എന്തൊക്കെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതറ്റം വരെ നമുക്ക് വിദൂര സംവേദനത്തെ ഈ ഒരു മേഖലയിൽ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇത്തരത്തിലുള്ള കമ്പ്യൂട്ടർ ടെക്നോളജി അതുപോലെ തന്നെ റിമോട്ട് സെൻസിങ് ടെക്നോളജിയൊക്കെ വരുന്നതിന് മുൻപ് വളരെ ഒരു ഇരുണ്ട യുഗത്തിലൂടെയാണ് ഈ ഒരു കാലാവസ്ഥാ പ്രവചനം അല്ലെങ്കിൽ കാലാവസ്ഥാ പഠനങ്ങൾ കടന്നു പോയിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. കമ്പ്യൂട്ടർ വൽകൃതമായ ഒരുപാട് ഉപകരണങ്ങൾ ഇന്ന് വന്നിട്ടുണ്ട്. വിദൂര സംവേദനവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഉപകരണങ്ങൾ ഇന്ന് ലഭ്യമാണ്. മുൻപാണെങ്കിൽ ബലൂണുകളും മറ്റും ഉപയോഗിച്ചുകൊണ്ടുള്ള കാലാവസ്ഥ ഡീറ്റെയിൽസാണ് കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ മാപ്പുകളൊക്കെ തന്നെ കൈകൊണ്ട് വരച്ചിരുന്നതായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് ഈ ഒരു മേഖല മെറ്റീരിയോളജി അല്ലെങ്കിൽ ക്ലൈമറ്റോളജി വിദഗ്ധർ കടന്നു പോയിരുന്നത്. പക്ഷേ ഇതിന് ഒരു വലിയ മാറ്റമുണ്ടായത് 1960 ഏപ്രിൽ 1 നാസ ഈ ഒരു കാലാവസ്ഥാ പ്രവചനവുമായി ബന്ധപ്പെട്ട കാലാവസ്ഥാ നിരീക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക ഉപഗ്രഹം TIROS-1 TIROS എന്നാണ് അതിൻ്റെ TIROS-1 വിക്ഷേപിക്കുന്നതോടുകൂടിയാണ് ഇതിൽ വലിയ രൂപത്തിലുള്ള മാറ്റം ഉണ്ടായിട്ടുള്ളത്. ഇന്ന് നമുക്ക് ആ രംഗത്ത് വലിയ രൂപത്തിലുള്ള വളർച്ച കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മുൻപ് അദ്ദേഹത്തിൽ ചർച്ച ചെയ്ത ഇൻഫ്രാറെഡ് റിമോട്ട് സെൻസിങ്, ഇൻഫ്രാറെഡ് അതുപോലെ തന്നെ താപ വിദൂര സംവേദനം അല്ലെങ്കിൽ തെർമൽ റിമോട്ട് സെൻസിങ്, ഈ ഒരു മേഖലയിൽ ഇൻഫ്രാറെഡ് രശ്മികളും അതുപോലെ തന്നെ മൈക്രോവേവ്സും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട്, റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് കാലാവസ്ഥാ വിശകലനം നടത്താൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ കാലാവസ്ഥാ വിശകലനങ്ങളും പ്രഡിക്ഷൻസും ഒക്കെ തന്നെ ഏതാണ്ട് നന്നായിട്ട് അതിൻ്റെ വരാൻ പോകുന്ന സംഭവങ്ങളെ നമുക്ക് ഏതാണ്ട് നന്നായിട്ട് തന്നെ പ്രഡിക്റ്റ് ചെയ്യാൻ, പ്രവചിക്കാനൊക്കെ കഴിയുന്നുണ്ട്. ആ രൂപത്തിലേക്ക് ഇത് വളർന്നതാണ്. ഒരു വലിയൊരു മാറ്റം വരുന്നത് ഈ പറഞ്ഞ 1960 ഈ ഒരു ടിറോസിൻ്റെ വിക്ഷേപണമാണ്. ഇതിൽ ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് 2022 അമേരിക്കയിലെ ഫ്ലോറിഡയിൽ അടിച്ചിട്ടുള്ള ഇയാൻ എന്ന് പറയുന്ന ഒരു ചുഴലിക്കാറ്റാണ്. ആ ചുഴലിക്കാറ്റിൻ്റെ കണ്ണ് എന്ന് നമ്മൾ പറയുന്നതിൻ്റെ സെൻറ്റർ ഭാഗമാണ് ഇതൊരു സാറ്റലൈറ്റ് ഇമേജുകൾ എടുത്തിട്ടുള്ള ചിത്രങ്ങളെ ഒരു ക്ലോസപ്പ് ലൂപ്പിലൂടെ കാണുകയാണ് നമ്മൾ. ഇങ്ങനെ വീഡിയോ ആയിട്ട് എടുത്തിട്ടുള്ള പല ചിത്രങ്ങളെ ചേർത്ത് വെച്ചൊരു ലൂപ്പാക്കി മാറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഇവിടെ കാണിച്ചത് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ മുൻപ് കൈകൊണ്ട് ചിത്രം വരച്ച് ബലൂണിൽ നിന്ന് ഡാറ്റ ശേഖരിച്ചിടത്ത് നിന്ന് ഈ ഒരു മേഖല എത്രമാത്രം മാറിയിട്ടുണ്ട് എന്നുള്ളതും, അതുപോലെ തന്നെ ഇത്തരത്തിൽ ഡാറ്റ കളക്ട് ചെയ്യാൻ നമ്മുടെ വിദൂര സംവേദനം എത്രമാത്രം നമ്മളെ സഹായിക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ചിത്രം കാണിച്ചത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഉപഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ എടുക്കുന്നതിന്, ഇത്തരത്തിലുള്ള ഇമേജറികൾ കിട്ടുന്നത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ വിദൂര സംവേദനം ആദ്യ എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ്സ് അഥവാ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെക്കുറിച്ച്. ഈ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളാണ് പൊതുവേ കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കുന്നതിനും അതുപോലെ തന്നെ TV, വയർലെസ് സംവിധാനങ്ങളുടെ ഡാറ്റ പ്രക്ഷേപണം ചെയ്യുന്നതിനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ ഏതാണ്ട് ഒരു സ്ഥിരസ്ഥാനത്താണ് ഇതിനെ നിലനിർത്തി പോകുന്നത്. ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ പൊതുവേ നമ്മുടെ പോളാർ സാറ്റലൈറ്റ്സ് അല്ലെങ്കിൽ സൺസിൻക്രോണസ് സാറ്റലൈറ്റിനെ അപേക്ഷിച്ച് ഒരുപാട് ഉയരത്തിലാണ്. ഇതിൽ ഇപ്പോൾ ഈ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ 35,785 കിലോമീറ്റർ ഉയരത്തിലാണ് ഈ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഓരോ 24 മണിക്കൂറിലും ഒരു ഭ്രമണപഥം ഈ ഉപഗ്രഹങ്ങൾ പൂർത്തിയാക്കും. അങ്ങനെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ തിരിയുന്നത് 24 മണിക്കൂർ കൊണ്ടാണ്. 24 മണിക്കൂർ കൊണ്ടൊരു ഭ്രമണം പൂർത്തിയാക്കുകയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഈ ഒരുപാട് ഉയരത്തിലാണെങ്കിൽ പോലും ഭൂമിക്ക് ഒപ്പമാണ് ഏതാണ്ട് ഈ ഒരു ഭൂസ്ഥിര ഉപഗ്രഹങ്ങളും കറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഭൂമിയുടെ ഭ്രമണപഥം ഭൂമി 24 മണിക്കൂർ തിരിയുന്നതിനനുസരിച്ച് ഈ ഉപഗ്രഹങ്ങളും കൂടി തിരിയുകയാണ്. അത്തരത്തിൽ ഇത് ഭ്രമണം ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഭൂമധ്യരേഖയിൽ ഏതാണ്ട് ഭൂമധ്യരേഖയ്ക്ക് മുകളിലായിട്ട് ഈ പറഞ്ഞ ഉയരത്തിലാണെങ്കിൽ പോലും ഒരു സ്ഥിര ബിന്ദുവിലാണ് ഈ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ സ്ഥാനമുള്ളത്. അതുകൊണ്ട് കൂടിയാണ് അവയെ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ അഥവാ ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്തിനാണ് ഇങ്ങനൊരു സ്ഥിരസ്ഥാനം ഉറപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് കൃത്യമായിട്ട് ഭൂമിയുടെ ഒരു ഭാഗത്തെ മുഴുവനായിട്ട് നോക്കി കണ്ടുകൊണ്ട് അവിടെ വരുന്ന മാറ്റങ്ങൾ, പ്രത്യേകിച്ച് കാലാവസ്ഥയിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് നോക്കിക്കൊണ്ടിരുന്നാലാണ് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് പല ഭാഗങ്ങളെ കാണണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 2 ഉപഗ്രഹങ്ങളെങ്കിലും വേണം. അപ്പോൾ നമ്മളൊരു രാജ്യത്തിൻ്റെ 2 ഭാഗങ്ങൾ അല്ലെങ്കിൽ ഒരു രാജ്യം 2 ഹെമിസ്ഫിയറിൽ 2 അർദ്ധഗോളങ്ങളിലായി കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഉപഗ്രഹങ്ങളെങ്കിലും വേണ്ടി വരും മുഴുവനായിട്ട് ഇതിനെ കാണാൻ വേണ്ടി എന്നുള്ളൊരു ഇതുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ സഹകരിച്ചുകൊണ്ടും അല്ലാതെയൊക്കെ തന്നെ ഒരുപാട് സാറ്റലൈറ്റുകൾ വിക്ഷേപിച്ചിട്ടുള്ളത് കൊണ്ട്, ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്കതൊരു പ്രശ്നമാവുന്നില്ല. ഒരുപാട് ഉപഗ്രഹങ്ങൾ പല രാജ്യങ്ങളുടേതായിട്ട്, യൂറോപ്യൻ യൂണിയൻ്റേതായിട്ട്, പല കൂട്ടായ്മകളുടേതായിട്ടൊക്കെ തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്.
അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നോവ എന്ന് പറയുന്ന നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ, അമേരിക്കയുടെ നോവ വിക്ഷേപിച്ചിട്ടുള്ള ഗോസ് എന്ന് പറയുന്നത് ജിയോ സ്റ്റേഷണറി ഓപ്പറേഷണൽ എൻവയോൺമെൻറ്റൽ സാറ്റലൈറ്റ്, അതിൻ്റെ ചുരുക്കമാണ് GOES, ഗോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജിയോ സ്റ്റേഷണറി അതിൽ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റൽ സാറ്റലൈറ്റാണ്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട, കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണിത് പ്രത്യേകിച്ചും റെക്കോർഡ് ചെയ്യുന്നത്. ഇതിൽ ഈ ഒരു ഗോസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഇത് അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് കൊണ്ട് തന്നെ 2 ഗോസ് ഈസ്റ്റും ഗോസ് വെസ്റ്റ് എന്ന് പറയുന്ന 2 ഉപഗ്രഹങ്ങളാണിത് ഉള്ളത്. ഇപ്പോൾ ഇതിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഇതിൻ്റെ ഒരു മോണിറ്ററിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത് 75 ഡിഗ്രി അതുപോലെ തന്നെ 135 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിലാണ്. 75 ഡിഗ്രി 135 ഡിഗ്രി പടിഞ്ഞാറൻ വെസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിലാണ് ഇത് രണ്ടിൻ്റെയും സ്ഥാനം. ഇത് ആ ഒരു ലോഞ്ചിറ്റ്യൂഡിലാണ് ഇത് പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഗോസ് ഈസ്റ്റ്, ഗോസ് വെസ്റ്റ് എന്നിങ്ങനെ ഇതാണ് ഇതിൻ്റെ ഒരു പൊതുവായിട്ടുള്ള പേര്. ഇതിൻ്റെ കൂടെ ഓരോ നമ്പറുകളുണ്ടാവും. ഇത് ഓരോ വർഷം എപ്പോഴാണിത് വിട്ടിട്ടുള്ളത്. ഇപ്പോൾ ഒരു സാറ്റലൈറ്റിൻ്റെ ജീവിത ചക്രം കഴിയുന്നതോടുകൂടി പുതിയൊരു സാറ്റലൈറ്റ് പോകും. അപ്പോൾ അതിനനുസരിച്ച് നമ്പറുകളുണ്ടാവും. അപ്പോൾ നമ്മുടെ IRS, അതുപോലെ ഇൻസാറ്റ്, അതുപോലെ റഡാർ സാറ്റ്, ഇതിനൊക്കെ നമ്പറുള്ളതുപോലെ തന്നെ ഇതിനും നമ്പറുകളുണ്ടാവും. അപ്പോൾ ഇത് എന്തിനാണ് ഇങ്ങനെ 2 ഈസ്റ്റും വെസ്റ്റുമായി വെച്ചിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ അമേരിക്കയുടെ കിഴക്കും പടിഞ്ഞാറുമുള്ള ഭാഗങ്ങളെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി, അവിടുത്തെ അന്തരീക്ഷ സ്ഥിതി അതുപോലെ അവിടുത്തെ പരിസ്ഥിതി ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ ഗോസ് ഈസ്റ്റ് എന്ന് പറയുന്നത് അത് വിക്ഷേപിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത് നിൽക്കുന്നൊരു സ്ഥലം എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് ചുഴലിക്കാറ്റുകൾ, അതുപോലെ തന്നെ അമേരിക്കയുടെ കിഴക്കൻ ഭാഗത്തെ കാലാവസ്ഥാ സംവിധാനങ്ങൾ, ഇതൊക്കെ തന്നെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അതിനെ ഗോസ് ഈസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്കയുടെ കിഴക്കൻ ഭാഗത്തുള്ള അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്ന് ഉണ്ടാകുന്ന ചുഴലിക്കാറ്റുകൾ അതിനെ അതേ സമയത്ത് റിയൽ ടൈമിൽ തന്നെ നിരീക്ഷിക്കാനും, അത്തരത്തിലുള്ളൊരു ചുഴലിക്കാറ്റിൻ്റേതാണ് നമ്മൾ നേരത്തെ കണ്ടത്. അതേപോലെ ഇതുപോലെ കാലാവസ്ഥയും അതുപോലെ തന്നെ ചുഴലിക്കാറ്റുകളും ഇതേ രൂപത്തിൽ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗോസ് ഈസ്റ്റ് ഉള്ളത്. അതേസമയം ഗോസ് വെസ്റ്റ് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മുടെ കിഴക്കൻ പസഫിക്, അമേരിക്കയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കിഴക്കൻ പസഫിക് മേഖലയിലെ അതുപോലെ തന്നെ അമേരിക്കയുടെ പടിഞ്ഞാറൻ ഭാഗത്തെയും മുഴുവനായിട്ട് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഗോസ് വെസ്റ്റ് എന്ന് പറയുന്നത്. അത് നിരീക്ഷിക്കാൻ പറ്റുന്നൊരു മികച്ച സ്ഥലത്താണ് ഈ ഗോസ് വെസ്റ്റ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനൊരു ഉദാഹരണമായി പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്കുണ്ട്, ഇന്ത്യക്കുണ്ട്, അതുപോലെ തന്നെ ഓരോ രാജ്യങ്ങൾക്കും ഈ പല പർപ്പസിന് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ജിയോ സ്റ്റേഷണറി ആയിട്ടും സൺസിൻക്രോണസ് ആയിട്ടുമുള്ള സാറ്റലൈറ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമ്മൾ മുമ്പ് കണ്ട നമ്മുടെ പോളാർ ഓർബിറ്റിംഗ് ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്, ഇത് എന്തിനാ വെച്ചാൽ നമ്മുടെ ജിയോ സ്റ്റേഷണറി ഉപഗ്രഹങ്ങൾ വിട്ടുപോകുന്ന ഭാഗങ്ങൾ അതിനും, അതുപോലെ തന്നെ പൊതുവേ പോളാർ ഓർബിറ്റിംഗ് ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നത് റിസോഴ്സ് സാറ്റലൈറ്റുകളായിട്ടാണ്. അതിൽ തന്നെ ഒരു വിഭാഗത്തിന് നമ്മൾ മുൻപ് കണ്ടിരുന്നു, അതാണ് സൺസിൻക്രോണസ് സാറ്റലൈറ്റ്. ഒരു ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഇന്ത്യയിലൊരു സ്ഥലത്താണെങ്കിൽ അതിപ്പോൾ ഇന്ന് ഇന്ത്യയുടെ മേലെ ഇപ്പോൾ ഡൽഹിക്ക് മുകളിൽ എത്തുന്നത് രാവിലെ 10 മണിക്കാണെങ്കിൽ അതിൻ്റെ ഒരു ടെമ്പറൽ റെസൊല്യൂഷൻ അനുസരിച്ച് എത്ര ദിവസം കഴിഞ്ഞാലാണോ അത് എത്തേണ്ടത് നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടാകും ഈ സാറ്റലൈറ്റ് വിടുമ്പോൾ തന്നെ. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 15 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ, അത് ഇന്ന് രാവിലെ 9:30ക്കാണ് എത്തിയതെങ്കിൽ 15 ദിവസം കഴിഞ്ഞാൽ ഡൽഹിയുടെ മുകളിലെ ഉപഗ്രഹം എത്തുന്നത് അതേ 9:30 തന്നെയായിരിക്കും, ലോക്കൽ സൺ ടൈം. അപ്പോൾ നമ്മൾ അതിനെ പറയുന്നത് സൺ സിൻക്രോണസ് സാറ്റലൈറ്റുകളാണ് എന്നാണ് പറയുന്നത്. അതും പോളാർ ഓർബിറ്റിംഗ് സാറ്റലൈറ്റുകൾ തന്നെയാണ്. പക്ഷേ ഇവിടെ പോളാർ ഓർബിറ്റിംഗ് സാറ്റലൈറ്റ്, അതായത് ധ്രുവത്തിൽ നിന്ന് ധ്രുവത്തിലേക്കാണത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു പരിക്രമണ ഉപഗ്രഹങ്ങൾ, അതായത് ഇത് ഉയർന്ന ലാറ്റിറ്റ്യൂഡ്, അതായത് ഭൂമധ്യരേഖയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റുകൾ നിൽക്കുന്നത്. അപ്പോൾ ഉയർന്ന അക്ഷാംശങ്ങളിൽ ഹയർ ലാറ്റിറ്റ്യൂഡുകളിലുള്ള മേഖലയെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു പോളാർ ഓർബിറ്റിംഗ് ട്രാക്ക് എടുക്കുന്നത്. ഇത് 2 ധ്രുവങ്ങളിലൂടെയാണ് കടന്നു പോവുക. അപ്പോൾ ഈ ഭൂമധ്യരേഖാ പ്രദേശത്തെ കൂടുതലായിട്ട് നിരീക്ഷിക്കുന്ന ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റുകൾ വിട്ടുപോകുന്ന ഭാഗം ഇതുകൂടി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ നിരീക്ഷിക്കുന്നത്. അതേസമയം ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത്, ഈ ഉപഗ്രഹങ്ങൾ ഭൂമിയെ നിരീക്ഷിക്കുന്ന ഉയരം എന്ന് പറയുന്നത് ഏതാണ്ട് 850-900 കിലോമീറ്റർ ഉയരത്തിൽ വെച്ചിട്ടാണ് ഇത് നിരീക്ഷിക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ ഒരു നിരീക്ഷണത്തിൽ വരുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് വലിയ അന്റാർട്ടിക് ഐസ് ഷീറ്റുകൾ, അതുപോലെ തന്നെ പോളാർ സ്റ്റോംസ്, ധ്രുവ കൊടുങ്കാറ്റുകൾ, ഇതൊക്കെയാണ് ഈ പോളാർ ഓർബിറ്റിംഗ് ഉപഗ്രഹങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഈ ഒരു മഞ്ഞ നിറത്തിൽ കാണിച്ചിട്ടുള്ളത് പോളാർ ഓർബിറ്റ്സിൻ്റെ ഒരു പരിക്രമണ പദങ്ങളാണ്, ഓർബിറ്റ്സാണ്. അതേപോലെ തന്നെ അതൊരു 850 കിലോമീറ്ററിലാണ് നിൽക്കുന്നത്. ഈ ഒരു പച്ച കളർ കാണിച്ചിട്ടുള്ളത് ജിയോ സ്റ്റേഷണറി ഉപഗ്രഹങ്ങളുടെ, ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ ഇതാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം ഇതിങ്ങനെ ധ്രുവപ്രദേശത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ്. ഇതിൻ്റെ മേൽഭാഗത്തുള്ള അക്ഷാംശങ്ങളെ, 2 ഭാഗത്തുള്ള അക്ഷാംശങ്ങളെ നമുക്ക് ഈ ഒരു ഭൂസ്ഥിര ഉപഗ്രഹം വെച്ച് നിരീക്ഷിക്കാൻ കഴിയില്ല. അതിനാണ് നമ്മൾ പോളാർ ഓർബിറ്റ്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നത്. ഈ ഉപഗ്രഹങ്ങളിലൊക്കെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്ന ഒരു ഇമേജിംഗ് റേഡിയോമീറ്റർ ഉണ്ട്. അപ്പോൾ ഉപഗ്രഹത്തിലേക്ക് ചിതറി വരുന്ന ദൃശ്യപ്രകാശത്തിൻ്റെ തീവ്രത അല്ലെങ്കിൽ അതിൻ്റെ ഒരു വെളിച്ചം, അതാണ് എല്ലാ ഇതിലും ഉള്ളത്. ഏത് തരം റിമോട്ട് സെൻസിങ് നടക്കുന്ന അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇതിനോടൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്.
അപ്പോൾ അതിൻ്റെ ഈ ഇതിൽ ഉപഗ്രഹത്തിലേക്ക് വരുന്ന പ്രകാശത്തിൻ്റെ തീവ്രത, അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ആണ് ഇത് യഥാർത്ഥത്തിൽ അളക്കുന്നത്. പക്ഷേ നമ്മുടെ കണ്ണുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ റേഡിയോമീറ്ററിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ചെറിയ തരംഗദൈർഘ്യ ഇടവേളകൾ, നമ്മൾ അതിനെയാണ് പറയുന്നത് ബാൻഡുകൾ എന്ന് പറയും. നമ്മൾ ഈ മൾട്ടി സ്പെക്ട്രൽ സ്കാനറൊക്കെ വിശദീകരിച്ച സമയത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മൾ പല ബാൻഡുകൾ ചെറിയ ചെറിയ ഇടവേളകളിൽ ഉള്ള വേവ് ലെങ്ത്തുകളിൽ വർക്ക് ചെയ്യുന്ന രൂപത്തിലുള്ള ബാൻഡുകളെ എടുത്തിരുന്നു. പക്ഷേ ഈ ഒരു കാലാവസ്ഥ അതിന് വേണ്ടിയതായതുകൊണ്ട് ദൃശ്യപ്രകാശത്തിൻ്റെ എല്ലാ തരംഗദൈർഘ്യങ്ങളും ഈ ഉപകരണം കണ്ടോളണമെന്നില്ല. ഇതിൻ്റെ പ്രത്യേക ഏത് പർപ്പസിനാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് അതിനനുസരിച്ചിട്ടാണിത് എടുക്കുക, ഓരോ ഡാറ്റയും എടുക്കുക. പക്ഷേ അതേസമയം മേഘങ്ങളുടെ നിഴൽ, ഭൂമിയുടെ ഉപരിതലം, അതുപോലെ ഭൂമിയുടെ ഉപരിതലം, കൂടാതെ ഒരു വലിയ കാട്ടുതീയിൽ നിന്നുള്ള പുക, ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ തന്നെ ഈ ഒരു ഇതിൽ എടുക്കാൻ പറ്റും. അതുപോലെ അഗ്നിപർവ്വതത്തിൽ നിന്നുള്ള പൊട്ടിത്തെറിക്കുന്ന അഗ്നിപർവ്വതത്തിൻ്റെ പുക, അതുപോലെ തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഐസ് കഷ്ണങ്ങൾ, ഇതൊക്കെ തന്നെ ഈ ഇത്തരത്തിലുള്ള വലിയ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുകളുടെ ഭാഗമായിട്ട് നമുക്ക് ഈ റേഡിയോമീറ്ററുകൾക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആണ്. കാട്ടുതീ എവിടെ നിന്ന് വരുന്നുണ്ട്, അത് എത്ര മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്, അതുപോലെ അഗ്നിപർവ്വതം എത്ര ഭാഗത്തേക്ക് ഇത് വ്യാപിച്ചു പോകും എന്നുള്ളത്, ഇതൊക്കെ തന്നെ ഒരു വലിയ മേഖലയിൽ ഒരേ നിരീക്ഷണം നടത്തുമ്പോൾ ഇതിന് മോണിറ്ററിങ്, അതായത് റിയൽ ടൈമിൽ ഇതിൻ്റെ ഒരു മോണിറ്ററിങ് ആവശ്യമായി വരുന്നു എന്നുള്ളതാണ്. ഈ ഒരു ചിത്രം ഒരു ലൂപ്പാണ്. ഇതുപോലെ തന്നെ അമേരിക്കയുടെ മുകളിലുള്ള ഒരു സാറ്റലൈറ്റ് ലൂപ്പാണ്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ അതിൽ ഈ ചിത്രത്തിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഒരു സമയം കൂടി പോകുന്നുണ്ട്. ഓരോ ലോക്കൽ സൺ ടൈം രാവിലെയും രാത്രിയും അത് എന്തുമാത്രം വ്യത്യാസം ഉണ്ടാവുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് മേഘങ്ങളുടെ നീക്കം ഇതാവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ അതിന് മുമ്പത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ ഇൻഫ്രാറെഡ് ഇമേജറുകളുടെ കഥ പറഞ്ഞ സമയത്ത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാര്യം പറഞ്ഞ സമയത്ത് നമ്മൾ പറയുന്നത് ചൂട് കൂടുതലുള്ളതും ചൂട് കുറഞ്ഞതും, താപനില കൂടിയതും കുറഞ്ഞതുമായ മേഖലകളെ ഇതെങ്ങനെ കാണിക്കുന്നു എന്ന്. അപ്പോൾ പകലും രാത്രിയും ഒരു പ്രദേശം എങ്ങനെ കാണപ്പെടുന്നു എന്നുള്ളതൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് നമുക്കിപ്പോൾ അതൊരു വിദൂര സംവേദനത്തിൽ നമുക്ക് വിസിബിൾ ലൈറ്റ് ഉപയോഗിക്കുന്ന സമയത്ത്, ധവളപ്രകാശം ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഇത്ര കൃത്യമായിട്ട് അത് കിട്ടില്ല. എന്തുകൊണ്ടാണ് വെച്ചാൽ രാത്രി നമുക്കത് തീരെ സാധ്യമല്ല. അപ്പോൾ രാവും പകലും ഒരു വ്യത്യാസമില്ലാതെ എങ്ങനെയാണ് ഒരു പ്രദേശത്തു നിന്നുള്ള എനർജിയുടെ വിതരണം നടക്കുന്നത്, അല്ലെങ്കിൽ അത് അന്തരീക്ഷത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ഇത് ഈ ഒരു ചിത്രം നമ്മളതിൻ്റെ ഒരു സമയത്തോടു കൂടി ചേർത്തിട്ട് വേണം. ഇത് ഏതാണ്ട് ഒരു പുതിയ ചിത്രമാണ്, മെയ് 2024 1-ാം തീയതി എടുത്തിട്ടുള്ളൊരു ചിത്രമാണ്. അമേരിക്കയുടെ മേലെ ഈ ഒരു വെളിച്ചം വരുന്നു, സൂര്യൻ ഉദിച്ചു വരുന്നു, അതിനുശേഷം രാത്രിയാവുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഇതിലുള്ള മാറ്റങ്ങൾ എങ്ങനെയാണ് ആ പ്രദേശം, എങ്ങനെയാണ് അവിടുത്തെ കാറ്റുകൾ, മേഘങ്ങളുടെയൊക്കെ ഒരു നീക്കം ഒക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കേണ്ടി വരുന്നത് എപ്പോഴാച്ചാൽ നമുക്ക് ഈ കാലാവസ്ഥയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ആവശ്യമായി വരുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് ഇതിൻ്റെ ഒരു ഉപയോഗം വരുന്നത്. ഇത് അത്തരത്തിലുള്ളൊരു സാറ്റലൈറ്റ് ലൂപ്പാണ്. ഇത് ചിത്രം കുറച്ച് ഡാർക്കാണ്. ഇതേപോലത്തെ ഒരു ഇമേജറിയാണ്. നമുക്കൊരു വിസിബിൾ സാറ്റലൈറ്റ് ഇമേജറിയിൽ കാണാത്ത രൂപത്തിൽ വളരെ കൃത്യമായിട്ട് ചെറിയ ടോണൽ ഡിഫറൻസ് കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ഒരു പ്രദേശത്തെ കൃത്യമായിട്ട് നമുക്ക് വിശദീകരിച്ച് എടുക്കാൻ പറ്റും. അതിൽ മേഘങ്ങളുണ്ട്, അതുപോലെ തന്നെ ആ പ്രദേശത്തൂടെ ഒഴുകുന്ന, ഇതെനിക്ക് പെൻസിൽവാനിയയിലേറ്റൊരു ചിത്രമാണ്, അമേരിക്കയിലെ തന്നെ പെൻസിൽവാനിയയിൽ നിന്നുള്ളൊരു ചിത്രമാണ്. അതുപോലെ തന്നെ ഒരു തടാകമുണ്ട്, അതുപോലെ കാടുകൾ വളരെ വ്യക്തമായിട്ട് ഇതിൽ കാണാം. അതുപോലെ ഒരു 3 തടാകങ്ങളുണ്ട് ഇവിടെ, ഫിംഗർ ലേക്സ് എന്ന് പറയുന്ന 3 തടാകങ്ങളെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഒൻറ്റാറിയോ തടാകം ഇവിടെ ഉണ്ട്. ഈ ഭാഗം ഇവിടെ അറ്റ്ലാന്റിക് ഓഷ്യനാണ്, അറ്റ്ലാന്റിക് മഹാസമുദ്രമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് നമുക്ക് ആ ചിത്രത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇത് നമ്മുടെ യഥാർത്ഥ ട്രൂ കളർ കോമ്പോസിറ്റിലാണെങ്കിൽ പോലും നമുക്ക് വ്യക്തത ഇല്ലാത്ത രൂപത്തിലുള്ള സംഗതികൾ ഇതിൽ നിന്ന് നമുക്ക് ഈ ടെമ്പറേച്ചർ വേരിയേഷൻ കൊണ്ടൊക്കെ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഇനി ഈ ഇൻഫ്രാറെഡ് സാറ്റലൈറ്റ് ഇമേജറി ആണ് ഇതിന് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കാലാവസ്ഥ അതിന് വേണ്ടി കൂടുതലായിട്ട് നമ്മൾ തെർമൽ ഇതിനെയാണ് ആശ്രയിക്കുന്നത്. എന്താ വെച്ചാൽ നമുക്ക് എത്രമാത്രം ഇത് ചൂട് അല്ലെങ്കിൽ ഇതിൻ്റെ ജലത്തിൻ്റെ അംശം ഒക്കെ ഉണ്ട് എന്നാണ് നമുക്ക് പഠിക്കേണ്ടതുള്ളത്. അപ്പോൾ ഈ ഇൻഫ്രാറെഡ് സാറ്റലൈറ്റ് ഇമേജറി നമുക്ക് പഠിക്കാനാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പരിശോധിക്കുമ്പോൾ എന്താണ് ആക്ച്വലി ഈ ഒരു ഇമേജറി, ഇത്തരത്തിലുള്ളൊരു ഇമേജറി കാണിക്കുന്നത് എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ദൃശ്യമായ ചിത്രങ്ങളിൽ നമ്മളെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ മറ്റേ വിബ്ജിയോർ എന്ന് പറയുന്ന പോലെ ഓരോ ബാൻഡിനും ഓരോ റേഡിയോമീറ്റർ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഫ്രാറെഡ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ തന്നെ നമ്മൾ ഇൻഫ്രാറെഡ് റിമോട്ട് സെൻസിങ്, താപവിദൂര സംവേദനം ചർച്ച ചെയ്ത സമയത്ത് നമ്മൾ കണ്ടിരുന്നു ചില പ്രത്യേക വേവ് ലെങ്ത് മേഖലകളിലാണ് അല്ലെങ്കിൽ ഇത് കൂടുതലായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഏകദേശം 10 മൈക്രോണിനും 10 മൈക്രോമീറ്റർ അതുപോലെ 13 മൈക്രോമീറ്ററിന് ഇടയിൽ അന്തരീക്ഷം ഇൻഫ്രാറെഡ് വികിരണം വളരെ കുറച്ച് മാത്രമേ ആഗിരണം ചെയ്യുന്നുള്ളൂ. അതായത് നമ്മൾ കണ്ടിരുന്നു അതൊരു അറ്റ്മോസ്ഫിയറിക് വിൻഡോ ആണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നോ മേഘങ്ങളിൽ നിന്നോ വരുന്ന അല്ലെങ്കിൽ മറ്റു വസ്തുക്കളിൽ നിന്നോ പുറപ്പെടുവിക്കുന്ന ഈ തരംഗദൈർഘ്യങ്ങളിലുള്ള ഇൻഫ്രാറെഡ് വികിരണം അതിനെന്തെന്ന് വെച്ചാൽ വഴിയിൽ ഒരു തടസ്സമില്ലാതെ അത് ഈ ഉപഗ്രഹത്തിലേക്ക് എത്തിപ്പെടും എന്നുള്ളതാണ്.
അപ്പോൾ ഭൂമിയിൽ നിന്ന് പോകുന്നതോ മേഘങ്ങളിൽ നിന്നോ വരുന്നതാണെങ്കിൽ അതിലൊരു തരത്തിലുള്ള ആഗിരണവും സംഭവിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വരുന്ന ഒരു വസ്തു പുറപ്പെടുവിക്കുന്ന വികിരണത്തിൻ്റെ അളവ് അതിൻ്റെ താപനിലയുമായി ബന്ധപ്പെട്ടിരിക്കും. അത് നമ്മൾ വീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ, അതുപോലെ സ്റ്റീഫൻ ബോൾട്സ്മാൻ ലോ ഒക്കെ നമ്മൾ മുൻപത്തെ ഒരു എപ്പിസോഡിൽ പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ ഒരു വസ്തു പുറപ്പെടുവിക്കുന്നതിൻ്റെ ഒരു വികിരണം, അതിൽ നിന്ന് എമിറ്റ് ചെയ്യപ്പെടുന്നൊരു റേഡിയേഷൻ എന്ന് പറയുന്നത് അപ്പം നിൽക്കുന്ന അതിൻ്റെ താപനില എത്രയാണോ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത്തിലുള്ള തരംഗദൈർഘ്യത്തിലുള്ളൊരു റേഡിയേഷൻ നമുക്കൊരു ഇമേജ് ഇതിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കപ്പോൾ ഏതാണ്ട് അതിൻ്റെ താപനില എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബന്ധം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ചൂടുള്ള വസ്തുക്കൾ തണുത്ത വസ്തുക്കളേക്കാൾ കൂടുതൽ വികിരണം, കൂടുതൽ റേഡിയേഷൻ, കൂടുതൽ ചൂടുള്ളത് കൂടുതൽ വലിയ അല്ലെങ്കിൽ കൂടുതൽ റേഡിയേഷൻ പുറപ്പെടുവിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചിലപ്പോൾ നമ്മൾ നേരത്തെ ഇതിനു മുമ്പ് കണ്ട ഗണിത നിയമങ്ങളൊക്കെ വെച്ചുകൊണ്ട്, നമ്മൾ നേരത്തെ കണ്ട റേഡിയേഷനുമായി ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ വെച്ചുകൊണ്ട്, ഇപ്പോൾ കമ്പ്യൂട്ടറുകൾക്ക് അല്ലെങ്കിൽ ഇത് പ്രോസസ്സ് ചെയ്യുന്ന കമ്പ്യൂട്ടറുകൾക്കൊക്കെ തന്നെ ഉപഗ്രഹത്തിന് ലഭിക്കുന്ന ഇൻഫ്രാറെഡ് വികിരണം അതിൻ്റെ തരംഗദൈർഘ്യത്തെ കണക്കാക്കിക്കൊണ്ട് നമുക്ക് ഏത് താപനിലയിലുള്ള ഒരു വസ്തുവിൽ നിന്നാണ് അത് വരുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് ഒരു മേഘമാണെങ്കിൽ അല്ലെങ്കിൽ ഭൂമിയുടെ ഒരു ഭാഗമാണെങ്കിൽ ഏത് താപനിലയിലാണ് ആ വസ്തു ഉള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഒരു മേഘമാണെങ്കിൽ ആ മേഘത്തിൽ വെള്ളമുള്ളതാണോ ഇല്ലാത്തതാണോ, അത് ഉയരം കൂടിയ ഭാഗത്ത് നിന്ന് കിട്ടുന്നതാണോ ഉയരം കുറഞ്ഞ ഭാഗത്താണോ മേഘം നിൽക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ പരിവർത്തിപ്പിച്ച് എടുക്കാൻ ഈ ഒരു സംവിധാനത്തിന് കഴിയും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇൻഫ്രാറെഡ്, ഇതിനിപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുള്ളൊരു വിവരം, ഇൻഫ്രാറെഡ് തരംഗദൈർഘ്യത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു വിവരം വെച്ചുകൊണ്ട് നമ്മൾ മുൻപൊരു എപ്പിസോഡിൽ കണ്ടിരുന്നു, ഈ താപനിലകളെ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ പല കളറിലാക്കിയിട്ട് മാറ്റുകയാണ്. ഒന്നുകിൽ ഗ്രേ മുതൽ ഡാർക്ക് മുതൽ ലൈറ്റ് വരെയുള്ളൊരു ടോണായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് എടുക്കും, അല്ലെങ്കിൽ പല കളറുകൾ നമ്മൾ മുമ്പൊരു ഇതിൽ ബ്ലൂ അതുപോലെ തന്നെ റെഡ് ഒക്കെ വെച്ചിട്ട് പല പാറ്റേണില്ല, അതെങ്ങനെയാണോ നമുക്ക് ആവശ്യം, ഏതാണ് നമ്മുടെ കണ്ണുകൾക്ക് ഏറ്റവും കൃത്യമായിട്ട് ചെയ്തെടുക്കാൻ കഴിയാച്ചാൽ, അപഗ്രഥിച്ചെടുക്കാൻ കഴിയാച്ചാൽ അതിനനുസരിച്ചുള്ള കളർ ചേഞ്ചൊക്കെ ഇപ്പോൾ പലതരത്തിലുള്ള ഇമേജ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയറുകളും വെച്ച് നമുക്ക് അതിനുള്ള പല ഓപ്ഷനുകളും ലഭ്യമാണ്. അപ്പോൾ പക്ഷേ നമ്മൾ സ്ഥിരമായിട്ട് കൺവെൻഷനലി നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ താഴ്ന്ന താപനില അതുപോലെ തണുത്ത വസ്തുക്കളാണ് നമ്മൾ കാണിക്കുന്നത്. താഴ്ന്ന താപനിലയെ കാണിക്കാൻ അല്ലെങ്കിൽ തണുത്ത വസ്തുക്കളെ കാണിക്കാൻ ചാരനിറം അല്ലെങ്കിൽ വെള്ള ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തിളക്കമുള്ള ഷെയ്ഡുകൾ അതിനെയാണ് കാണിക്കുന്നത്. അതേസമയം കൂടിയ ചൂടാണെങ്കിൽ എന്താ വെച്ചാൽ ചൂടുള്ള വസ്തുക്കളാണെങ്കിൽ ചാരനിറത്തിലുള്ള ഇരുണ്ട ഷെയ്ഡുകളാണ് അതിൽ ഗ്രേ ആണ് ഉണ്ടാകുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു പൊതുവായിട്ട് ഇതിന് ഉപയോഗിക്കുന്ന ഒരു സംഗതി. അതിന് കളറുകൾ കൊടുക്കുന്നുണ്ട്, ഓരോന്നിനും കളർ കോഡ് വെച്ചിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ കൂടി കാണിക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ ഇത് വരുന്നത്. ഇത് അത്തരത്തിലുള്ളൊരു ടെമ്പറേച്ചറും അതുപോലെ തന്നെ കളറും കൂടി അതെങ്ങനെ കൊടുത്തിരിക്കുന്നു എന്നാണ് കാണിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഫ്രാറെഡ് ബാൻഡ് 13 ആണ്. അതിലുള്ള സ്കെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. -80 ആണ് ഈ ബ്ലാക്ക്, 70 റെഡ് ഒക്കെ വരുന്നത് -70 to -60 ആണ്. ഗ്രീൻ ആകുമ്പോഴേക്കും ഇതൊരു -40 ആവുന്നുണ്ട്. ഇങ്ങോട്ട് എത്തും തോറും ഒരു ഗ്രേ അതുപോലെ തന്നെ നല്ല ഡാർക്ക് ഇതിലേക്ക് വരുമ്പോഴേക്കും അതൊരു 30 ഡിഗ്രി 40 ഡിഗ്രി ഒക്കെ ആവുന്നുണ്ട്. ഈ രൂപത്തിലാണ് ഇതിൻ്റെ ഒരു താപനിലയും അതുപോലെ തന്നെ സ്കെയിലും, കളറിൻ്റെ സ്കെയിലും കൂടിയിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇമേജ് കണ്ടു കഴിഞ്ഞാൽ ഈ സ്കെയിൽ വേണം നമുക്ക്, എന്നാൽ മാത്രമേ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷെ നമുക്ക് കൃത്യമായിട്ട് എവിടെയാണ് കൂടിയ ചൂടുള്ളത്, എവിടെയാണ് കുറഞ്ഞ ചൂടുള്ളത്, എവിടെയാണ് നല്ല തണുപ്പുള്ളത്, എവിടെയാണ് ഏറ്റവും ചൂട് കൂടുതലുള്ളത് എന്നൊക്കെ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇത് നമ്മുടെ ഈ ഡാറ്റ എടുത്തതിന് ശേഷം വിവിധ വികിരണങ്ങൾ എടുത്തതിന് ശേഷം അതിൻ്റെ പ്രോസസ്സിങ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്ന കളറാണ്. അല്ല, നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയല്ലേ എനർജിയാണ് നമ്മൾ എടുക്കുന്നത്, അതിന് ശേഷം അതിൻ്റെ പ്രോസസ്സിങ് നടത്തുന്ന സമയത്ത് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഈ രൂപത്തിലാണ് ചെയ്യുക. ഇനി ഇതേപോലെ തന്നെ ഒരു ഉപഗ്രഹത്തിലെ ഇൻഫ്രാറെഡ് റേഡിയോമീറ്റർ ആക്ച്വലി ചെയ്യുന്നത് എന്താ വെച്ചാൽ അതിൻ്റെ വികിരണത്തിൻ്റെ തീവ്രത അളക്കും, അതുപോലെ തന്നെ ആ തീവ്രതേനെ എന്ത് ചെയ്യുന്നു വെച്ചാൽ അത് അതിൻ്റെ ടെമ്പറേച്ചറായിട്ട് മാറ്റുകയാണ്. നമ്മൾ മുമ്പ് കണ്ടിരുന്നു, അതായത് എത്രമാത്രം റേഡിയേഷൻ വരുന്നു ആ റേഡിയേഷൻ ഈക്വലൻ്റ് ആയിട്ടുള്ള താപനില എന്താണ്, ടെമ്പറേച്ചർ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം അന്തരീക്ഷ വാതകങ്ങൾ ഏകദേശം 10 മൈക്രോണിനും 13 മൈക്രോണിനും നമ്മൾ നേരത്തെ മുമ്പ് കണ്ടിരുന്നു ഇടയിലുള്ള വികിരണം ആഗിരണം ചെയ്യുന്നില്ല. അതായത് അതൊരു അറ്റ്മോസ്ഫറിക് വിൻഡോ ആയിട്ട് വർക്ക് ചെയ്യും, അവിടെ അതൊരു വിൻഡോ പോലെ അന്തരീക്ഷത്തിലൂടെ പോരുകയാണ്. അപ്പോൾ ഈ തരംഗദൈർഘ്യത്തിലുള്ള ഇൻഫ്രാറെഡ് വികിരണം മിക്കവാറും തെളിഞ്ഞ വായുവിലൂടെ ഒരു ഫ്രീ പാസ് എന്നൊക്കെ നമുക്ക് പറയാവുന്ന രൂപത്തിൽ ഇതിലേക്ക് എത്തും. അതായത് ഈ ഒരു തരംഗദൈർഘ്യത്തിലുള്ളതാണ് ഏത് വസ്തുക്കളും, ഇപ്പോൾ മേഘങ്ങളായി കഴിഞ്ഞാലും ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും പോകുന്നത് ഈ ഒരു വികിരണങ്ങളാണ്. ഈ ഒരു തരംഗദൈർഘ്യമുള്ള വികിരണങ്ങളാണെങ്കിൽ ഇതെവിടെയും ആഗിരണം ചെയ്യപ്പെടുന്നില്ല, നേരെ പോയിട്ട് സാറ്റലൈറ്റിലേക്ക് എത്തും, നമ്മുടെ ഉപഗ്രഹത്തിലേക്ക് എത്തും എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അനുമാനിക്കുന്നത് എന്താ വെച്ചാൽ മേഘങ്ങളില്ലാത്തൊരു ഭാഗമാണ്, മേഘങ്ങളില്ലാത്തൊരു പ്രദേശം, മേഘങ്ങളില്ലാത്തൊരു ആകാശം, അതിന് താഴെയുള്ളൊരു ഭൂമിയാണെങ്കിൽ അപ്പോൾ നമുക്ക് അവിടെ ആ കിട്ടുന്ന വേവ് ലെങ്ത്, അവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെടുന്ന വേവ് ലെങ്ത് എന്ന് പറയുന്നത് അത് ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ ചൂടുമായിട്ട്, അതിൻ്റെ താപനിലയുമായിട്ട്, അതിൻ്റെ ടെമ്പറേച്ചറുമായിട്ട് നേരെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ,
അതാണ് ഇതിൻ്റെ ഒരു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, അല്ലെങ്കിൽ അതാണ് ഇതിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് അത്തരത്തിലെടുത്തിട്ടുള്ള ഭൂമിയിൽ നമ്മുടെ സഹാറ മരുഭൂമിയിലെ ഒരു ചിത്രമാണ്, ഒരു സാറ്റലൈറ്റിൻ്റെ ഒരു ലൂപ്പാണ്. അപ്പോൾ ഇത് ടെമ്പറേച്ചർ എത്രമാത്രം വ്യത്യാസപ്പെടുന്നുണ്ട് പകലും രാത്രിയും എന്നുള്ളതാണ്. ഇതിൻ്റെ സമയവും ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇത് മെയ് 2 ഒരു ചിത്രമാണ്. അതായത് നമ്മുടെ സഹാറ മരുഭൂമിക്ക് മുകളിൽ അതിൻ്റെ ടെമ്പറേച്ചർ എന്തുമാത്രം മാറുന്നു, രാത്രിയും പകലും അതെന്തുമാത്രം വ്യത്യാസപ്പെടുന്നു എന്നുള്ളതാണ്. ആ താപനില, മരുഭൂമിയിലെ താപനില എന്തുമാത്രം വ്യത്യാസപ്പെടുന്നുണ്ട്, അവിടുത്തെ മേഘങ്ങളുടെയൊക്കെ നീക്കം എങ്ങനെയാണ്, അത് ടെമ്പറേച്ചറിൽ എന്ത് വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് ഈ ചിത്രം കാണിക്കുന്നത്. ഇത് ഈ പറഞ്ഞ നേരത്തെ താപനിലയും അതിൻ്റെ കളറും കൂടിയുള്ളൊരു സ്കെയിൽ. അപ്പോൾ ആ സ്കെയിലും കൂടി നോക്കിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ കഴിയുക. ഇവിടെ ഉണ്ട് അതിൻ്റെ സ്കെയിൽ, ഇവിടെ ഉണ്ട് അതിൻ്റെ സമയം ഇവിടെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും എങ്ങനെയാണ്. അപ്പോൾ സഹാറ മരുഭൂമിക്ക് മുകളിൽ ഓരോ ദിവസം ഓരോ സമയത്തെയും ചൂട്, പകൽ എത്ര ഉണ്ട്, രാത്രി എത്ര ഉണ്ട്, എന്തുമാത്രം വ്യത്യാസം നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഇത്തരത്തിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് ഈ ഇൻഫ്രാറെഡ് സാറ്റലൈറ്റ് ഇമേജറി വെച്ചുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ ചൂട്, ഇപ്പോൾ അതിൻ്റെ മേഘങ്ങളുടെയൊക്കെ തന്നെ പറയാൻ നമുക്ക് കഴിയുകയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇൻഫ്രാറെഡ് ഇമേജറി എന്ന് പറയുന്നത് അതിൻ്റെ ഓരോ മേഘങ്ങളുടെയും മുകളിലെ താപനില അല്ലെങ്കിൽ ഭൂമിയുടെ മേലത്തെ താപനിലയാണ് നമ്മൾ കണക്കാക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ നമുക്കറിയാം മേഘം പലതരത്തിലുണ്ടാവും. അതിൽ വെള്ളത്തുള്ളികളുള്ള മേഘങ്ങളുണ്ട്, വാട്ടർ വേപ്പർ ഉള്ളതുണ്ടാവും. അപ്പോൾ ഈ വാട്ടർ വേപ്പറൊക്കെ തന്നെ ഈ ഭൂമിയിൽ നിന്ന് വരുന്ന ഇൻഫ്രാറെഡ് റേഡിയേഷൻ, അതായത് ഭൂമി മേഘാവൃതമായൊരു പ്രദേശമാണെങ്കിൽ അതിൽ ഭൂമി എമിറ്റ് ചെയ്യുന്ന ഭൂമിയിലെ വസ്തുക്കളോ ഭൂമിയൊക്കെ തന്നെ പുറത്തുവിടുന്ന വികിരണങ്ങളെ ഈ മേഘങ്ങൾ ആഗിരണം ചെയ്യും. എന്നിട്ട് ഈ മേഘത്തിൽ നിന്ന് പുറത്തു വരുന്ന ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ഉണ്ട്, അതുമാത്രമാണ് ഇത് സാറ്റലൈറ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മേഘത്തിൻ്റെ ഇമേജറി, മേഘത്തിൽ നിന്ന് വരുന്ന വികിരണങ്ങൾ എന്ന് പറയുന്നത്, അതെടുക്കുന്ന ആ ഇമേജറിയിൽ കിട്ടുക എപ്പോഴും എന്താ വെച്ചാൽ ക്ലൗഡിൻ്റെ ടോപ്പിൽ നിന്ന് വരുന്ന ഇമേജറിയാണ് എപ്പോഴും കിട്ടുക. അപ്പോൾ കാരണം എന്താ വെച്ചാൽ ക്ലൗഡ്സ് എന്ത് വെച്ചാൽ ക്ലൗഡ്സ് ഇത് മുഴുവനായിട്ട് അബ്സോർബ് ചെയ്യുകയാണ്. ഈ ഭൂമിയിൽ നിന്ന് വരുന്ന എമിറ്റഡ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഇതിൻ്റെ താഴെയുള്ളത് മുഴുവൻ തന്നെ ക്ലൗഡ്സ് എമിറ്റ് ചെയ്യും. എന്നിട്ട് ക്ലൗഡ്സ് എന്ത് ചെയ്യുന്നു വെച്ചാൽ അതിൽ നിന്ന് കുറച്ച് അതിൻ്റെ മേൽഭാഗത്തു നിന്ന് വരുന്ന എമിറ്റഡ് റേഡിയേഷൻ മാത്രമാണ് പിന്നെ സാറ്റലൈറ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മൾ ഇൻഫ്രാറെഡ് ഇമേജറി ക്ലൗഡ് ടോപ്പിൻ്റെ, അപ്പോൾ ആ വികിരണങ്ങൾ എന്ന് പറയുന്നത് ക്ലൗഡിൻ്റെ ടോപ്പ്, അതായത് മേഘത്തിൻ്റെ മുകളിലത്തെ നിലയിൽ, അല്ലെങ്കിൽ മേഘത്തിൻ്റെ മുകൾ ഭാഗത്തുള്ള ടെമ്പറേച്ചർ എത്ര ഉണ്ടോ അതാണ് ശരിക്ക് ഇവിടെ കിട്ടുന്ന ഇൻഫ്രാറെഡ് റേഡിയേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് ഭൂമിയിൽ നിന്ന് ക്ലൗഡില്ലാതെ, മേഘങ്ങളില്ലാതെ വരുന്നൊരു ഇൻഫ്രാറെഡ് റേഡിയേഷനും ക്ലൗഡുള്ളൊരു ഭാഗത്ത് റെക്കോർഡ് ചെയ്യപ്പെടുന്ന റേഡിയേഷനും എന്ന് പറയുന്ന രണ്ടും വളരെ വ്യത്യാസമുണ്ട്. ആദ്യത്തേത് ഭൂമിയുടെ മുകളിലത്തെ താപനിലയാണ് കാണിക്കുന്നതെങ്കിൽ രണ്ടാമത്തേത് ഈ മേഘങ്ങളുടെ മുകളിലെ താപനിലയാണ് റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് അതിനൊരു കൃത്യമായിട്ട് നമ്മളത് ഇന്ന രൂപത്തിൽ തന്നെ ആയിരിക്കുമെന്ന് പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു കണക്കുണ്ട്. നമ്മുടെ താഴത്തെ അന്തരീക്ഷം അല്ലെങ്കിൽ നമ്മുടെ ട്രോപ്പോസ്ഫിയറിൽ, ഭൂമിയുടെ ഏറ്റവും താഴത്തെ ലെയറായിട്ടുള്ള ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്നതിനനുസരിച്ചിട്ട് തണുപ്പ് കൂടും. അതായത് ഉയരം കൂടുന്നതിനനുസരിച്ചിട്ട് ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്കറിയാം. അതുകൊണ്ടാണ് ഉയർന്ന പർവ്വതങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ടെമ്പറേച്ചർ കുറയുന്നു. അപ്പോൾ ഈ ഒരു അനുമാനം നമ്മളിവിടെ കൊണ്ടുവരികയാണ്. അത് ഉയരം കൂടുന്നതിനനുസരിച്ച് ട്രോപ്പോസ്ഫിയറിൽ തണുപ്പ് വരും അല്ലെങ്കിൽ ചൂട് കുറയുന്നു എന്നുള്ളത് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ, നമുക്ക് ഈ ക്ലൗഡ് ടോപ്പ്, മേഘങ്ങളുടെ മുകളിലത്തെ കാലാവസ്ഥ ടെമ്പറേച്ചർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഏതാണ്ട് ഉയരം എവിടെയായിരിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയും. അതായത് മേഘത്തിൻ്റെ ഉയർന്ന മേഘങ്ങളാണെങ്കിൽ അവിടെ താപനില കുറഞ്ഞിട്ടായിരിക്കുള്ളത്. താഴ്ന്ന പ്രദേശത്തെ മേഘങ്ങൾ, ട്രോപ്പോസ്ഫിയറിൽ താഴ്ന്ന ലെവലിലുള്ള മേഘങ്ങളാണെങ്കിൽ അവിടെ ടെമ്പറേച്ചർ കൂടിയിട്ടാവും ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ചില പ്രത്യേകതരം മേഘങ്ങൾ അതേ ഒരു കാലാവസ്ഥ അല്ലെങ്കിൽ അതേ ഒരു ഇത് നമുക്കിതിന് ഇത്തരത്തിൽ നമുക്ക് ഒരു ജനറലൈസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന രൂപത്തിലുള്ള മേഘങ്ങളുണ്ട്. അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറയാം, വളരെ തണുത്ത ഒരു ശിഖരങ്ങൾ അല്ലെങ്കിൽ വളരെ തണുത്ത മേൽഭാഗങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ബ്രാഞ്ചുകളൊക്കെ ഉള്ള മേഘങ്ങളാണെങ്കിൽ അവ ഉയരത്തിലുള്ള ക്ലൗഡ് ടോപ്പ് ഉണ്ട്. അല്ലെങ്കിൽ അതായത് തണുത്ത മേഘങ്ങൾ അല്ലെങ്കിൽ വെള്ളം ഇതൊക്കെ കൂടുതലുള്ള മേഘങ്ങളാണെങ്കിൽ അത് കൂടുതൽ ഉയരത്തിലായിരിക്കും ഉണ്ടാവുക. അത്തരത്തിലുള്ള ഉദാഹരണങ്ങളാണ് സീറോ സ്ട്രാറ്റസ്, സീറോ ക്യുമുലസ്, ക്യുമുലോ നിംബസ് എന്നൊക്കെ പറയുന്ന മേഘങ്ങൾ. ഈ മേഘങ്ങളൊക്കെ തന്നെ എന്താ വെച്ചാൽ അതിൻ്റെ ആ മേഘങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ തണുത്ത ശിഖരങ്ങളാണ്. മാത്രമല്ല അത് വളരെ ഉയരത്തിലാണ് ഉണ്ടാവുകയും ചെയ്യുക. ഇത്തരം മേഘങ്ങൾ വളരെ ഉയരത്തിലാണ് ഉണ്ടാവുക. അതേസമയം ഉയരം കുറഞ്ഞ് പോകുന്ന താഴ്ന്ന ഉയരത്തിൽ ചെയ്യുന്ന മേഘങ്ങളുണ്ട്. ആ മേഘങ്ങളുടെ മേൽഭാഗം എപ്പോഴും ചൂടുള്ളതായിരിക്കും. അത്തരത്തിലുള്ള മേഘങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് സ്ട്രാറ്റോ ക്യുമുലസ് അല്ലെങ്കിൽ ക്യുമുലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മേഘങ്ങളുടെ ഒരു സ്ട്രാറ്റിഫിക്കേഷൻ, ഈ മേഘങ്ങൾ അന്തരീക്ഷത്തിൽ എവിടെ വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പോലും നമുക്ക് ഈ കൃത്യമായിട്ട് ഈ മേഘങ്ങളുടെ
സാറ്റലൈറ്റ് ഇമേജറിയിൽ നിന്ന് ഈ ക്ലൗഡ് ടോപ്പുകളുടെ താപനിലയുമായി കണക്ട് ചെയ്തുകൊണ്ട് അതുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ നമ്മൾ ഈ ചിത്രം അങ്ങനെ നോക്കുന്ന സമയത്ത് തന്നെ ഏത് ഉയരത്തു നിന്നാണ് ഇത് കിട്ടിയത്, അപ്പോൾ നമുക്ക് വേറെ ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിച്ചാൽ ഏത് തരം മേഘമാണത് എന്നുള്ളത്, അതിൻ്റെ ഒരു സർഫസ് ടെമ്പറേച്ചർ എന്താണ്, അതിൻ്റെ ഒരു ക്ലൗഡ് ടോപ്പ് ടെമ്പറേച്ചർ എന്താണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് വേറൊരു ഇത്. ഇങ്ങനെയാണ് ഇൻഫ്രാറെഡ് ഇമേജറികൾ വെച്ചുകൊണ്ട് നമ്മൾ ഇതിനെ കാണുന്നത് അല്ലെങ്കിൽ കാലാവസ്ഥ നിരീക്ഷിക്കുന്നത്. അപ്പോൾ ഇത് ഈ ഓരോ തരം മേഘങ്ങൾക്കും അതിൻ്റേതായ പല പ്രത്യേകതകളുണ്ട്, അതിൻ്റെ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രത്യേകതകളുണ്ട്, അതിൻ്റെ ഉയരവുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേകതകളുണ്ട്. ഇത് ഈ നമുക്കൊരു സാറ്റലൈറ്റ് ഇമേജറി കിട്ടിക്കഴിഞ്ഞാൽ, ഇൻഫ്രാറെഡ് ഇമേജറി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ്. ഇനി കാലാവസ്ഥ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന വേറൊരു മാർഗ്ഗമാണ് റഡാർ ഇമേജറികൾ. നമ്മൾ മൈക്രോവേവ് റിമോട്ട് സെൻസിങ് വേറെ കണ്ടിരുന്നു, പക്ഷേ ഇത് നമ്മൾ കാലാവസ്ഥ ഇതിനു വേണ്ടി അതേ ടെക്നിക്ക തന്നെയാണ്, മൈക്രോവേവുകളാണ് ഉപയോഗിക്കുന്നത്, അതിൽ റഡാർ പ്രത്യേകമായിട്ട് ഉപയോഗിക്കുകയാണ്. പക്ഷേ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു റഡാർ എപ്പോഴും എല്ലാ ഇതിൽ ഏത് തരം റിമോട്ട് സെൻസിങ് ആയി കഴിഞ്ഞാലും റഡാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു പൾസ് വിടും. ഇതിനെ ആക്റ്റീവ് റിമോട്ട് സെൻസിങ് എന്ന് നമ്മൾ കണ്ടിരുന്നു. ആക്റ്റീവ് റിമോട്ട് സെൻസിങ് എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് ബാക്കി എല്ലാ തരം റിമോട്ട് സെൻസിങ്ങുകളും പാസീവ് റിമോട്ട് സെൻസിങ് ആണ്. അതായത് സണ്ണാണ് അതിൻ്റെ എനർജി, ധവളപ്രകാശ ഇത് പ്രത്യേകിച്ചും സൂര്യൻ കൊടുക്കുന്ന എനർജി റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ എടുക്കാറ്. റഡാറിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇൻഫ്രാറെഡ് ആയാൽ പോലും അതൊരു പാസീവ് റിമോട്ട് സെൻസിങ് ആണ്. എന്താ വെച്ചാൽ ഈ ഓരോ വസ്തുക്കളും പുറത്ത് വിടുന്ന വികിരണങ്ങളെയാണത് ആഗിരണം ചെയ്തിട്ട് അതിൻ്റെ പ്രത്യേകതകൾ പഠിക്കുന്നത്. പക്ഷേ റഡാറിലേക്ക് എത്തുമ്പോഴേക്കും അതൊരു ആക്റ്റീവ് റിമോട്ട് സെൻസിങ് ആണ്. ഇതിൻ്റെ ഈ ഒരു വികിരണത്തിൻ്റെ ഒരു സോഴ്സും അത് റെക്കോർഡ് ചെയ്യുന്നത് ഒരേ ഇൻസ്ട്രുമെൻറ്റ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരേ ഭാഗത്താണ്. അതുതന്നെയാണ് നമ്മൾ ആക്റ്റീവ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സോഴ്സ് ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചതുപോലെ ഒരു പൾസ് അയക്കുകയാണ്. ആ പൾസ് അയക്കുന്നത് എങ്ങനെ വെച്ചാൽ ഒരു വളരെ ഷോർട്ട് പൾസാണ് അയക്കുന്നത്. അതിങ്ങനെ പോയിട്ട് അതെവിടെയെങ്കിലും തട്ടി തിരിച്ചു വരുന്നത്. അതായത് ഇപ്പോൾ 24 മണിക്കൂറിന് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു 7 സെക്കൻഡോ മറ്റോ ആണ് ഇത് ഏതാണ്ട്, അല്ലെങ്കിൽ ഒരു മണിക്കൂർ എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രവർത്തനം നടത്തുന്നതെങ്കിൽ ഏതാണ്ട് ഒരു 4-5 സെക്കൻഡാണ് ഇത് പൾസ് അയക്കുന്നത്. ബാക്കി മുഴുവൻ അത് തട്ടി തിരിച്ചു വരുന്നുണ്ടോ എന്ന് റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് തിരിച്ച് തട്ടി വരുമ്പോൾ ബാക്ക് സ്കാറ്ററാണ് ശരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റ. ഇത് ഏത് തരം ഇതിൽ തട്ടിയിട്ടാണ് തിരിച്ചു വരുന്നത്, അപ്പോൾ അത് എന്ത് ഉയരത്തിലാണുള്ളത്, അതുപോലെ തന്നെ ഇത് ഏതാണ്ട് ഒരു 360 ഡിഗ്രിയിലാണിത് ഇതിൻ്റെ ഒരു ഇത് അയക്കുന്നത്. എന്നിട്ട് അത് 360 ഡിഗ്രിയിൽ അത് എവിടെ നിന്നാണ് ഇത് വരുന്നത്, അപ്പോൾ അതിൻ്റെ സമയം എന്താണ്. ഇപ്പോൾ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഭൂമിയുടെ ഇതിൻ്റെ ഒരു അസിമുത്ത് ഇത് ഏത് ഡയറക്ഷനിലാണ് ഇത് തട്ടിയിട്ടുള്ളത് നോക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് അത് എവിടെ, അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്, ആ ഒരു അവിടെയുള്ള വസ്തുവിൻ്റെ പ്രത്യേകത എന്താണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് റെക്കോർഡ് ചെയ്യും. അങ്ങനെ റെക്കോർഡ് ചെയ്തിട്ടാണ് റഡാർ ഈ രൂപത്തിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇൻഫ്രാറെഡ് ഇമേജറി പോലെ അല്ല ഇവിടെ, പക്ഷേ ഇവിടെ അതിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സംവിധാനമായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. മറ്റേത് നമുക്ക് ഈ ഒരു എനർജിയെക്കുറിച്ച് കൺസേൺ ഇല്ല. ഇതിങ്ങനെ ഈ സാറ്റലൈറ്റ് മൂവ് ചെയ്യുന്നുണ്ട്, ഭൂമി മൂവ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് എവിടുന്നോ ഇത് കിട്ടി വരുന്ന അപ്പോൾ റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്താ വെച്ചാൽ 360 ഡിഗ്രിയിലാണ് ഇതിൻ്റെ ഈ ബീമുകൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പൾസുകൾ അയക്കുന്നത്. അപ്പോൾ ആ പൾസ് എവിടെ ചെന്ന് തട്ടിയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അതിൻ്റെ ഇതൊക്കെ നമ്മൾ ഈ പറയുന്നതൊന്നുമില്ല, വളരെ സെക്കൻഡുകൾ കൊണ്ടാണ്. എന്താ വെച്ചാൽ പ്രകാശത്തിൻ്റെ വേഗത്തിലാണല്ലോ ഈ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ എല്ലാ വേവും സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അയക്കുന്ന മൈക്രോവേവുകൾ ഇത് അവിടെ തട്ടി തിരിച്ചു വരുന്നു ഒക്കെ വളരെ സെക്കൻഡുകൾക്ക് കൊണ്ട് കഴിയും. അതുപോലെ തന്നെ അത് ഏത് ഡയറക്ഷനിലാണുള്ളത്, അതിൻ്റെ ഉയരം എന്താണ്, ഇത് നമ്മൾ ഭൂമിയിൽ നിന്ന് ഇപ്പോൾ ഈ ഒരു ചിത്രം കാണിച്ചത് വെറുതെ അല്ല, അതിങ്ങനെ തന്നെയാണ്. അതിൻ്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് തന്നെ അതിൻ്റെ വ്യാപ്തവും കൂടും. ഓക്കെ, എനർജി ട്രാവൽസ് അവേ ഫ്രം ദ റഡാർ അറ്റ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് എക്സ്പാൻഡിങ് ആൻഡ് ഗെയിനിങ് എലിവേഷൻ. ഇത് ഉയരത്തെ കൂടുതൽ മുന്നോട്ട് പോകുന്നതോറും അതിൻ്റെ ഉയരവും കൂടി വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇതിലേക്ക് വരുന്ന ബാക്ക് സ്കാറ്റേർഡ് റേഡിയേഷൻ്റെ സ്വഭാവം വ്യത്യാസപ്പെട്ടിരിക്കും. എന്നിട്ട് ഈ ചിത്രത്തിൽ കാണിച്ചത് എന്താ വെച്ചാൽ അതിൽ നിന്ന് കിട്ടുന്ന ബാക്ക് സ്കാറ്റർ ചെയ്ത് വരുന്ന ഇമേജിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഈ ഒരു കളറിൽ കാണിക്കുന്നത് എന്താ വെച്ചാൽ ആ കളർ ഇതിനനുസരിച്ചിട്ട് ഇതിനെ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്ക് സ്കാറ്റേർഡ് റേഡിയേഷനെ നമ്മൾ അനലൈസ് ചെയ്യുകയാണ്. ഇതെന്തായിരിക്കും, ഏത് ഡയറക്ഷനിലാണ്, എന്താണ് അതിൻ്റെ താപനില, അല്ലെങ്കിൽ എന്ത് ഒബ്ജക്റ്റാണ് അവിടെ ഉള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് നമ്മൾ കളക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് അത്തരത്തിലുള്ള ഒരു ഇമേജറി. ഈ ഒരു റഡാർ വഴി കിട്ടുന്ന ഒരു ഇമേജറിയാണ്, അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ ഇങ്ങനെ ഒരു റൗണ്ടിൽ ഒരു 360 ഡിഗ്രിയിൽ കിട്ടിയിട്ടുള്ള ഇമേജറിയാണത്. ഇതാണ് അതിൻ്റെ സിഗ്നലുകളാണ് ഈ പറയുന്നത്. ഇതിൻ്റെ ഒരു അതിൻ്റെ ഒരു തീവ്രതയാണ് ഈ മാർക്ക് ചെയ്തിട്ടുള്ളത്. ആ തീവ്രത അതിൻ്റെ ഒരു ഡയറക്ഷൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 360 ഡിഗ്രിയിലാണ് ഉള്ളത്. അപ്പോൾ അത് എവിടെ നിന്നാണ് അത് അഡ്വാൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു റിഫ്ലക്റ്റിവിറ്റിയാണ് ഈ എത്രമാത്രം അതിൻ്റെ എത്രമാത്രം സിഗ്നൽ നമുക്ക് തിരിച്ച് കിട്ടി എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഇത് വരുന്നത്. അതായത് എന്ത് തരം മേഘങ്ങളായാലും ഇതിപ്പോൾ ഒരു മേഘത്തിൻ്റെ ഒരു ഇത് അഡ്വാൻസ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അതിൽ ഇതിൻ്റെ എഫിസിവിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ റിഫ്ലക്റ്റിവിറ്റി അല്ല, ആക്ച്വലി റിഫ്ലക്റ്റ് അല്ല ചെയ്യുന്നത്, അതിൻ്റെ ആ പൾസ്, അതിൻ്റെ ഫ്ലക്സ് എത്രമാത്രം ഉണ്ട് എന്നാണ് ഇതിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോ ഡിസ്റ്റൻസും ഇത് എവിടെ വെച്ചിട്ടാണ് ഇത് അയക്കുന്നത്, അവിടെ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് ഇത് വരുന്നത്, എത്ര എലിവേഷനിലാണ് ഇതുള്ളത്, അവിടെ വരുന്ന ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻ എത്ര ഉണ്ട് തുടങ്ങിയിട്ട് മുഴുവൻ ഡീറ്റെയിൽസും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കിട്ടുകയാണ്.
അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് മിക്കവാറും അതിനൊക്കെ തന്നെ ഇൻഫ്രാറെഡ് ഇതിനേക്കാൾ കൂടുതൽ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള റഡാർ സംവിധാനങ്ങളാണ്. എന്താ വെച്ചാൽ കുറേ കൂടി അക്യുറേറ്റ് ആണ്, കുറേ കൂടി ഈസി ആയിട്ട് നമുക്കിത് മൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ നേരത്തെ കാണിച്ച ചിത്രത്തിലുള്ള പോലത്തെ ലൂപ്പുകൾ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു റിയൽ ടൈം മോണിറ്ററിങ്, ഇപ്പോൾ ഈ വരുന്ന പ്രത്യേകിച്ച് സൈക്ലോണുകൾ അത്തരത്തിലുള്ള സംഗതികളുടെയൊക്കെ തന്നെ മൂവ്മെൻറ്റ് നമ്മൾ എടുക്കുന്നത് ഇത്തരത്തിലുള്ള റഡാറുകൾ വെച്ചിട്ടാണ്. അപ്പോൾ ഇപ്പോൾ മിക്കവാറും ഈ മീറ്റിയോറോളജിക്കൽ പഠനങ്ങൾ മുഴുവൻ അല്ലെങ്കിൽ ക്ലൈമറ്റോളജിക്കൽ പഠനങ്ങൾ മുഴുവൻ ഇത്തരത്തിലുള്ള അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്ന റഡാർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പഠനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന 2 റിമോട്ട് സെൻസിങ്, ഒന്ന് നമ്മൾ ആദ്യം കണ്ട ഇൻഫ്രാറെഡ് റിമോട്ട് സെൻസിങ് ആണ്, രണ്ടാമത്തത് അതിൽ താപനിലയുമായി ഡയറക്റ്റ് ബന്ധപ്പെട്ടിട്ടാണ്. ഇതിലാണെങ്കിൽ ഈ ബാക്ക് സ്കാറ്റർ ചെയ്ത് വരുന്ന റേഡിയേഷനെ സ്വീകരിച്ചുകൊണ്ട് അതിനെ അനലൈസ് ചെയ്തുകൊണ്ട് ഏത് ആംഗിളിൽ വരുന്നു, എത്ര എലിവേഷനിൽ വരുന്നു, എന്ത് തരം ഒബ്ജക്റ്റാണത് എന്ന് അനലൈസ് ചെയ്തെടുത്തിട്ടാണ്. അപ്പോൾ 2 തരത്തിലാണ് പ്രധാനമായിട്ട് നമ്മൾ കാലാവസ്ഥാ നിരീക്ഷണത്തിൽ വിദൂര സംവേദനം ഉപയോഗിക്കുന്നത്. ഒന്ന് ഇൻഫ്രാറെഡ് ഇമേജറികൾ, ഇൻഫ്രാറെഡ് വേവ്സ് ഉപയോഗിച്ചുകൊണ്ട്, ഇൻഫ്രാറെഡ് വികിരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, രണ്ടാമത് ഇത്തരത്തിലുള്ള റഡാറുകൾ ഉപയോഗിച്ചുകൊണ്ട്. ഇങ്ങനെ വളരെ വലിയ രൂപത്തിലുള്ള പഠനങ്ങൾക്കും അതുപോലെ തന്നെ പ്രഡിക്ഷനുകൾക്കും സാധ്യമാകുന്ന രൂപത്തിലാണ് നമ്മുടെ ഈ വികിരണങ്ങളെ നമ്മൾ ഇതിലുപയോഗിക്കുന്നത്. മറ്റേ വിദൂര സംവേദനത്തിൽ ഈ 2 സംഗതികളും വിദൂര സംവേദനത്തിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ വളരെ അക്യുറേറ്റ് ആയിട്ട് വളരെ കൃത്യമായിട്ട് നമുക്ക് ഇത് പറയാൻ കഴിയുന്നുണ്ട്, കാലാവസ്ഥയെക്കുറിച്ച് പറയാൻ കഴിയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഇതിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിച്ചത്. ഇനി അടുത്തൊരു എപ്പിസോഡിൽ നമ്മളിതിൻ്റെ കൂടുതൽ ഉപയോഗങ്ങളും പ്രായോഗിക ആപ്ലിക്കേഷനുകളും നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. നന്ദി.